ഹേ ഗൈസ്, അപ്പോൾ മറ്റൊരു പുതിയ ചലഞ്ച് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചലഞ്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചലഞ്ച് എന്താണെന്ന് വെച്ചാല് പിരമിഡ് ചലഞ്ച്. അതെ ഗൈസ്, നമ്മൾ കപ്പ് കൊണ്ടുവന്ന ഒരു വലിയൊരു കൊട്ടാരം പണിയാൻ പോവാ. കൊട്ടാരം, ബഹുനില കെട്ടിടം. ശരിക്കും നമ്മളിന്ന് കൊട്ടാരം പണിയാൻ പോകല്ല, പണിഞ്ഞ കൊട്ടാരം നമ്മൾ തകർക്കാൻ വേണ്ടി ഗൈസ്. അപ്പൊ നമ്മൾ ഈ ടേബിൾ നല്ല കുന്നോളം വലിപ്പമുള്ള ഒരു പിരമിഡ് പണിയാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പൊ ഇതിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് പ്രത്യേകത എന്താ പറയാ, നമ്മുടെ ഫ്രണ്ടിൽ ഈ സ്മൈലിയുടെ ഈ ചെറിയ ബോൾ ഉണ്ടല്ലോ, നമുക്ക് വേറെ ബോൾ കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇത് അമ്പുവിന്റെ ടോയ്സിന്റെ കൂടെ കിട്ടിയ ബോൾ. കിലുക്കാണ് ശരിക്കും, കിലിക്കാണ് സൗണ്ട് കേൾക്കാമല്ലോ. അപ്പൊ നമ്മൾ ഈ ബോൾ വെച്ചിട്ട് നമ്മുടെ പിരമിഡിന്റെ ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്ന ആ കപ്പിന്റെ മണ്ടയിലായിട്ട് നമ്മൾ ഈ ബോൾ വെക്കും. അതിനാണ് ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പിരമിഡ് അഴിക്കേണ്ടത്. ബോൾ തറയിൽ വീണിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ അതുപോലെ തന്നെ പിരമിഡ് മേക്ക് ചെയ്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ആരാണ് കുറഞ്ഞ സമയം കൊണ്ട് ഈ പിരമിഡ് പൊളിച്ചെടുക്കുന്ന ബോൾ തറയിൽ പോകാതെ അവരായിരിക്കും ഈ ചലഞ്ചിന്റെ വിജയ്. കോൺസെൻട്രേഷൻ ലെവൽ ഈസ് മസ്റ്റ്. യെസ് ഗൈസ്, അപ്പൊ നമ്മൾ എന്റെ പിരമിഡ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെറുതെ സംസാരിച്ച പോലും കാറ്റടിച്ച ഈ സാധനം മറിഞ്ഞു കൺഫേം ആ. അപ്പൊ ഈ സാധനം നമ്മള് മുകളിലായിട്ട് ബോളും വെച്ചിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ തന്നെ. അതെ ഗൈസ്, ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഷാനു ആണ് ഗൈസ്. അപ്പൊ ഞാൻ തന്നെ ഇവിടെ ടൈം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഏറ്റവും കുറഞ്ഞ സമയത്ത് ഞാൻ പറയട്ടെ, ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് അഴിച്ചെടുക്കുവാണെന്നുണ്ടെങ്കിൽ ബോൾ അഴിച്ചെടുക്കുകയാണെങ്കിൽ നീ മീൻ ചെയ്യും. അറപ്പിച്ച് വെറുപ്പിക്കരുത്. ഞാന് പോടി റെഡിയാണോ? റെഡി ഗൈസ്. അപ്പൊ ടൈം സ്റ്റാർട്ട്, ഞാൻ സ്റ്റാർട്ട് വേണ്ടത്. റെഡി സ്റ്റാർട്ട്. പറ്റും പറ്റും പറ്റും. അങ്ങനെ നിരക്കി തന്നെ പോകണമെന്നുണ്ടോ? അത് എടുത്തു വെച്ചാലും മതി. നമ്മൾ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്താണ് കേട്ടോ കളിക്കാൻ, ഇല്ലെങ്കിൽ ഇത് മറിഞ്ഞു വീഴും. ബോൾ പോകത്തില്ലെന്ന് ആരാണ് പറഞ്ഞത്? നീ ആണോ പറഞ്ഞേ? ചാൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോ ഞാൻ പറയുന്നത് ചിലപ്പോ ഈ ബോൾ പോകത്തില്ലായിരിക്കും. ഗൈസ്, അപ്പൊ 21 സെക്കൻഡ് 22 സെക്കൻഡ് ആയി. പിരമിഡ് വീണാലും റീസ്റ്റാർട്ട് ചെയ്യണമല്ലോ അല്ലേ? പിരമിഡ് വീണാലും റീസ്റ്റാർട്ട് ചെയ്യണം. ഷാനുവേ, ഇനി ഞാൻ ബോൾ അതിന്റെ മണ്ടയിൽ പോകത്തില്ലയോ? പതിയെ 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 പറ്റൂടാ. നീ പറ്റുന്നു പറയുമ്പോഴും അപ്പുറത്തിരുന്നുണ്ട് പോണേ 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 പോണേന്ന് പറയുന്നുണ്ടായിരുന്നു തോന്നല്ലോ ചെറുതായിട്ട്. 56 സെക്കൻഡ് കൊണ്ടാണ് ഷാനു അപ്പൊ ഈ പിരമിഡ് 56 സെക്കൻഡ് 56.46 സെക്കൻഡ്സ് കൊണ്ട് ആണ് നീ ഈ പിരമിഡ് പൊളിച്ചത്. അപ്പൊ ഞാൻ 56 സെക്കൻഡ് കൊണ്ട് ബിറ്റ് ചെയ്തിരിക്കുകയാണ്. നീ ഒരു 70 എടുക്കണം. അപ്പൊ ഞാൻ 57 സെക്കൻഡ് 55 സെക്കൻഡിനകത്ത് ഞാനിത് കംപ്ലീറ്റ് എന്നെ സംബന്ധിച്ചിട്ടൊക്കെ നിസ്സാരം. ഞാൻ സെറ്റ് ചെയ്ത് തരാം, കരണ്ട മോനെ. അപ്പൊ റെഡി അല്ലേ നീ? സത്യം പറഞ്ഞ പേടിയുണ്ട്. ഞാൻ തോറ്റു. ടൈമർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എന്നോട് നീ സ്റ്റാർട്ട് പറഞ്ഞു, അന്നേരം ഞാൻ തുടങ്ങുന്നുള്ളൂ. അപ്പോ ടൈമർ പറയണേ, എനിക്ക് പേടിയാ. സ്റ്റാർട്ടാണ്. ഓടിക്കൊണ്ടിരിക്കാം. എന്തായാലും വീഴും. ഉറപ്പായിട്ട് വീണു. ഈ കൈ കൊണ്ട് താങ്ങാൻ പാടില്ല. ഞാൻ അങ്ങനൊക്കെ പറയും, വിരലുകൊണ്ട് താങ്ങാൻ പാടില്ല. വീട് പോയി 21 സെക്കൻഡ് ആയിട്ടുണ്ട്. 21 സെക്കൻഡ്. എടാ പതുക്കെ അത് വീഴും. ബോൾ വീഴും. ഞാനാ പറയുന്നത് ബോൾ വീഴും. പതുക്കെ ബോൾ വീഴൂടെ, പതുക്കെ പോടാ. 38 സെക്കൻഡ് ആയിട്ട് ഞാൻ ഓഫ് ചെയ്തത് 45, പക്ഷെ 40 സെക്കൻഡിൽ കംപ്ലീറ്റ് ആക്കി. ദുഷ്ടൻ ജയിച്ചു. ചെറിയ സങ്കടം തോന്നില്ലേ? നല്ല സങ്കടം. ഗൈസ്, ഷാനു ആദ്യത്തെ റൗണ്ടില് തോറ്റു തുന്നം പാടി പിരമിഡിന്റെ പുറകെ ഒളിച്ചിരിക്കുന്നു. പിന്നെ ഈ റൗണ്ടിൽ ഞാൻ ജയിക്കും. ഗൈസ്, അപ്പൊ വലിയ കൊട്ടാരം ഉണ്ടാക്കി നമ്മള് പിരമിഡ് കുറച്ചും കൂടെ ഒന്ന് വലിപ്പം കൂട്ടിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഷാനു, ഈ റൗണ്ടില് നീ ജയിക്കുവോ? ഞാൻ ജയിക്കും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. ഈ ടൈം സ്റ്റാർട്ടിങ് അടങ്ങിയിരി. അയ്യോ, റെഡി ഇല്ലയോ ഗൈസ്? അപ്പോ ടൈമർ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. സ്റ്റാർട്ട്. ഈ റൗണ്ട് തോക്കും, കുഴപ്പമില്ല. ചാലഞ്ച് തുടങ്ങുന്നതിന് മുമ്പ് ഷാനു പറഞ്ഞത് ഈ കളിയിലെ എല്ലാ റൗണ്ടും ഷാനു തൂക്കുന്ന പറഞ്ഞു. പക്ഷെ സ്റ്റാർട്ടിങ് തന്നെ പോയി.
എല്ലാം മറിച്ചിടാം. അയ്യോ മറിച്ചിട്ടില്ല, അതാണ് ചലഞ്ച്. പോടാന്ന്. ഇതെല്ലാം മറിച്ചിട്ടാണ് ജയിക്കത്തുള്ളൂ. അതെനിക്ക് നല്ലോണം അറിയാം. ഞാൻ ഊതട്ടെ ഇവിടെ. അത് ഫൗളാണ്. എന്താണ് ഇങ്ങനെ ഇങ്ങനെ എടുത്തെടുത്ത് വെക്കടാ. എടുക്ക് വെക്ക എടുത്ത് വെക്ക. അങ്ങനെ. ഇതല്ലാതെ ഇപ്പൊ രണ്ടെണ്ണം തോറ്റ് തിന്നും പാടിയാണ്. ഗൈസ് ഇതില് സത്യം പറഞ്ഞാൽ ഈ കപ്പിന്റെ ഹൈറ്റ് കൂടുന്നതോറും പിടിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ചിലപ്പോ ഇത് മറിഞ്ഞു വീഴും. ഇതെല്ലാം ബാക്കിയുള്ളത് വീണാലും ഇപ്പം റീ ഓർഡർ ചെയ്യണ്ടേ? അയ്യോ പൊല്ലമാനും പാടെ സ്മൈലി. ഏതിലും ഒരു കപ്പങ്ങ് മറിഞ്ഞു വീണാൽ മതിയാ. അവിടെ അപ്പൊ ആരെങ്കിലും ഒന്നും ചെയ്യാലോ, അപ്പൊ നിങ്ങൾക്ക് സന്തോഷമാവല്ലോ. സമയം പൊക്കൊണ്ടിരിക്കും. 57 സെക്കൻഡ് ആയി. ഒരു മിനിറ്റ് വെയിറ്റ്. ഇല്ല നിനക്ക് കിട്ടും. 1 മിനിറ്റ് കഴിഞ്ഞ് ഇവന് പതുക്കെ ചെയ്യാനുള്ള അവസരമേ കൊടുക്കാനുള്ളേ. ഗൈസ് അപ്പൊ ഷാനൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് പോയെ. ഏകദേശം 1 മിനിറ്റും 14 സെക്കൻഡും ആ ഷാനും എടുത്തേക്കുന്നേ. നമ്മൾ ശ്രദ്ധിച്ചാണ് ഫുള്ള് കുലുങ്ങുന്നുണ്ട്. നല്ല കുലുങ്ങുന്നുണ്ട്. അങ്ങനെ വേണം, നിനക്ക് അങ്ങനെ തന്നെ വേണം. നീ ഇത് കേറ്റിയ പെട്ടെന്ന് ചെയ്യരുത് ഞാൻ പറയാൻ. നീ പതുക്കെ ചെയ്യണം, ശ്രദ്ധിച്ച് പതുക്കെ. ഓരോ കപ്പ് ഓരോ 5 മിനിറ്റ് എടുത്ത് ചെയ്താൽ മതി. ബോൾ മണ്ടയ്ക്കുന്ന കാര്യം മറന്നുപോയി. ഓല്ലേ നിന്നെ കൊണ്ട് പറ്റത്തില്ല. ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന പട്ടി. നിനക്ക് എന്താടി? പോയി പിന്നെ കണ്ണിക്കൂരി 6 സെക്കൻഡ് 38 സെക്കൻഡ്. ഒന്ന് ആഞ്ഞു പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ പറഞ്ഞു വീഴും. ശ്വാസം പോലും വിടല്ലേ? ഞാൻ ശ്വാസം വിടുന്നത് ചത്ത പോകത്തില്ലടാ. 1 മിനിറ്റ് ആയോടെ പറയടാ. ഇല്ലടാ. 55 സെക്കൻഡ് 56 സെക്കൻഡ്. പതിയെ 1 മിനിറ്റ് 2 സെക്കൻഡ്. മറ്റേ കൈ യൂസ് ചെയ്യാൻ പാടില്ല. സന്തോഷം ഞാൻ തോറ്റപ്പോ ആദ്യത്തെ റൗണ്ടിൽ ജയിച്ച നിനക്ക് കപ്പ്. എടാ ടൈയടാ ടൈ. ഇവൻ വിചാരിച്ചവൻ മില്ലി സെക്കൻഡ്സിന്റെ ഒക്കെ വ്യത്യാസത്തിലാണ് പോയത്. സത്യം പറഞ്ഞാൽ ഞാൻ ജയിച്ചത് ആ കപ്പിന് ഊരി പോയത് കൊണ്ട്. അത് എന്നിട്ടും ഇടത്തെ യൂസ് ചെയ്തത് ഫൗളാ. ശരിക്കും പറഞ്ഞാ ഇല്ല എന്തായാലും ഞാൻ നിനക്ക് നീ ജയിച്ചല്ലോ. നീ ജയിച്ചു. ഒരു റൗണ്ട് നീ ജയിച്ചു, ഒരു റൗണ്ട് ഞാൻ ജയിച്ചു. ഞാൻ തോറ്റത് കണ്ടപ്പോ ഷാനിന്റെ കണ്ണിൽ ലഡു പൊട്ടി. ലഡു. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ കുട്ടി ചലഞ്ച് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കണം.